വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവലിലെ ജീൻ വാൽജിന്റെ കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സഹോദരിമാരുടെ കുഞ്ഞുമക്കൾ വിശന്ന് കരയുന്നത് കണ്ട് റൊട്ടിക്കടയിൽ നിന്ന് അവരുടെ വിശപ്പകറ്റാൻ റൊട്ടികൾ മോഷ്ടിച്ച് ജയിലിലായ ജീൻ വാൽജിനെ ഇന്ന് ഞാൻ മറ്റൊരു ജീൻ വാൽജിന്റെ കഥ പറയാം. അമ്മയുടെയും അനുജന്റെയും പട്ടിണി അകറ്റാൻ ഭക്ഷ്യധാന്യങ്ങൾ മോഷ്ടിച്ച ഒരു 14-കാരൻ. പക്ഷേ ഈ കഥയിൽ അവനെ രക്ഷിക്കാൻ ഒരാളുണ്ടായിരുന്നു. ബീഹാറിലെ നളന്ദ ജില്ലയിലുള്ള ഇസ്ലാംപൂർ ഗ്രാമനിവാസിയായ 14-കാരൻ ബാലനെ ഭക്ഷ്യസാധനങ്ങൾ മോഷ്ടിച്ചതിന് കടയുടമ നൽകിയ പരാതിയിലാണ് പോലീസ് ജുവനൈൽ കോർട്ടിൽ ഹാജരാക്കിയത്. ജുവനൈൽ ജഡ്ജ് മാനവേന്ദ്ര മിശ്രയുടെ കോടതിയിലായിരുന്നു ഈ സംഭവം. ആ കുട്ടിയുടെ ജീവിതകഥ കേട്ട് ജഡ്ജിയുടെ ഹൃദയം തകർന്നു. അച്ഛൻ വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയതാണ്. അമ്മ നിത്യരോഗിയാണ്. ജോലി ചെയ്യാനുള്ള ആവതില്ല. ഒരു അനുജനുണ്ട്. വീടെന്ന് പറയാൻ ഒരു പുല്ലുമേഞ്ഞ മൺഭിത്തി കൊണ്ട് നിർമ്മിച്ച ഒരു കുടിലാണുള്ളത്. ഏത് നിമിഷം വേണമെങ്കിലും അത് നിലം പൊത്താം. ഒരു വരുമാന മാർഗവുമില്ല. ആ ബാലൻ കടകളിലും മറ്റും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്താണ് ഈ അമ്മയുടെയും അനുജനും ഒക്കെ ഒരു നേരത്തെ ആഹാരം കൊടുത്തിരുന്നത്. ആ അമ്മയെ ചികിത്സിക്കാൻ പോലും പണമില്ല, റേഷൻ കാർഡില്ല, പെൻഷനില്ല, ഒരു ആനുകൂല്യവും ആ കുടുംബത്തിന് ഇന്ന് വരെ ലഭിച്ചിട്ടുമില്ല. അതിനൊക്കെ വേണ്ടി മുട്ടാത്ത വാതിലുകളുമില്ല. അപ്പോൾ കൊറോണ കാലത്താണ് അവന് പണി നഷ്ടപ്പെടുന്നത്. വീട് പട്ടിണിയായി. ആഹാരത്തിന് ഒരു മാർഗവും ഇല്ലാതായപ്പോഴാണ് വിശപ്പടക്കാൻ തൊട്ടടുത്ത കടയിൽ കയറി അരിയും കുറച്ച് സാധനങ്ങളും മോഷ്ടിച്ചത്. പക്ഷേ മോഷണം പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ കയ്യോടെ പിടിക്കപ്പെട്ടു. വീട്ടിലെ അവസ്ഥ കരഞ്ഞു പറഞ്ഞിട്ടും ആ കടക്കാരൻ ഈ പയ്യനെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഈ ബാലൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ജഡ്ജിക്ക് ബോധ്യപ്പെട്ടു. സാധാരണഗതിയിൽ അവനെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കാം. പക്ഷേ വിധി കേൾക്കാൻ വിറച്ചു നിന്ന ആ കുഞ്ഞിനോട് ജഡ്ജി മാനവേന്ദ്ര മിശ്ര പറഞ്ഞു, നീ കുറ്റവാളിയല്ല. നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയുടെ ഇരയാണ് നീ. അവനെ കുറ്റവിമുക്തനാക്കിയ ജഡ്ജ് ആ ബാലന്റെ കുടുംബത്തിന് BPL റേഷൻ കാർഡും ആധാർ കാർഡും അമ്മയ്ക്ക് വിധവാ പെൻഷനും വീട് വയ്ക്കാനുള്ള ധനസഹായമോ ഉടനടി ലഭ്യമാക്കാനും അധികാരികളോട് നിർദ്ദേശിച്ചു. അവന് സ്കൂളിൽ പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും സർക്കാർ നൽകണം. കൂടാതെ ജഡ്ജി സ്വന്തം ചെലവിൽ ആ കുടുംബത്തിന് 1 മാസത്തെ റേഷൻ സാധനങ്ങളും അമ്മയ്ക്ക് വസ്ത്രവും നൽകാനുള്ള ഏർപ്പാടും ചെയ്തു. വിക്ടർ ഹ്യൂഗോ പറഞ്ഞിട്ടുണ്ട്, ഒരു വിദ്യാലയത്തിന്റെ വാതിൽ തുറക്കുന്നവൻ ഒരു ജയിലിന്റെ വാതിൽ അടയ്ക്കുകയാണെന്ന്. ഇവിടെ ജയിലിന്റെ ഇരുമ്പഴിക്കുള്ളിലേക്ക് പകരം ആ കുട്ടിക്ക് തുറന്നു കൊടുത്തത് വിദ്യാലയത്തിന്റെ പടവുകളായിരുന്നു. വിശപ്പിന്റെ വിളിയേക്കാൾ വലിയൊരു കുറ്റമില്ലെന്നും കരുണയേക്കാൾ വലിയൊരു നീതിയില്ലെന്നും ആ ജഡ്ജ് അന്ന് ലോകത്തെ പഠിപ്പിച്ചു. നിയമം എപ്പോഴും ശിക്ഷിക്കാനുള്ളതല്ല, മറിച്ച് തിരുത്താനുള്ളത് കൂടിയാണെന്ന് തൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയായിരുന്നു മാനവേന്ദ്ര മിശ്ര. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുമുള്ളവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആ ജഡ്ജിയെ പോലെ ആകാം അല്ലേ? ചുറ്റുമുള്ളവരുടെ ജീവിതം കണ്ണു തുറന്ന് കാണാം. സ്നേഹത്തിലൂടെയും കരുണയിലൂടെയും മാത്രമേ ഈ ലോകത്തെ മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. പക്ഷേ ആ ലോകത്തെ മാറ്റണമെങ്കിൽ ആദ്യം നമ്മൾ മാറണം, നമ്മുടെ വീട് മാറണം, നമ്മുടെ നാട് മാറണം. അങ്ങനെ നമുക്കൊരു നാടിനെ ഒന്നാകെ മാറ്റാൻ കഴിയും. അങ്ങനെ ഈ ലോകത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനെയും തുടക്കം എവിടെ നിന്നാ? നമ്മളിൽ നിന്നാ അല്ലേ? നമ്മൾ വേണം ആദ്യം മാറാൻ.